ഹലോ. ഹായ്. എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. മിന്നു സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട്. മിന്നു സന്തോഷമായിരിക്കുന്നോ? ഇന്ന് കഥ പറയില്ലെന്നാണ് മിന്നു ചോദിക്കുന്നത്. മിന്നിന് കഥ വലിയ ഇഷ്ടമാണോ? കഥയാണ് ഇഷ്ടം. കൂട്ടുകാർക്കും കഥയാണ് ഇഷ്ടം അല്ലേ? അപ്പോൾ എനിക്കറിയാം എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കഥ വലിയ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ നമ്മളിന്നൊരു കഥ വീണ്ടും കേൾക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കഥ യേശുപ്പച്ചൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട സമയത്തുള്ള ഒരു കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. യേശുപ്പച്ചൻ ജനിച്ചപ്പോഴത്തേക്കും നമുക്കറിയാം അല്ലേ, യേശുപ്പച്ചന് ജനിക്കാൻ സ്ഥലം കിട്ടിയില്ല. പിന്നെ പുൽത്തൊഴുത്തിലാണ് പിന്നെ യേശുപ്പച്ചൻ ജനിച്ചതെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ടാണ് പുൽക്കൂടൊക്കെ കെട്ടുന്നത് ക്രിസ്മസിനൊക്കെ. അപ്പോൾ അതിനുശേഷം ഒരു സംഭവം ഉണ്ടായി അല്ലേ. ഹെരോദ രാജാവ് യേശുപ്പച്ചനെ കൊല്ലാനായിട്ട് പ്ലാനിട്ടു അല്ലേ, കൊന്നുകളയാനായിട്ട്. അപ്പോൾ ആ പ്ലാൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്തു, 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയാൻ വേണ്ടി ഒരു പിന്നെ കൽപ്പന പുറപ്പെടുവിച്ചു യേശുപ്പച്ചൻ അല്ലേ. എന്നിട്ട് പറയാം, അങ്ങനെ ആ സംഭവം നടക്കുന്ന സമയത്ത് യേശുപ്പച്ചനെയും കുഞ്ഞു പൈതലായിരിക്കുന്ന യേശുപ്പച്ചനെയും കൊണ്ട് അമ്മയും പപ്പയും ഓടി രക്ഷപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അവർ വന്ന കഴുതയും കൂട്ടി പിന്നെ യേശുപ്പച്ചൻ്റെ അമ്മയും പപ്പയും, അപ്പോൾ കുഞ്ഞു പൈതലല്ലേ യേശുപ്പച്ചൻ, അപ്പോൾ ആ പപ്പയും അമ്മയും എടുത്തുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് പുറകെ ഹെരോദ രാജാവിൻ്റെ പടയാളികളുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ എന്തുണ്ട്? വാളുണ്ട്. എന്തിനാ? കൊല്ലാനായിട്ട്. അപ്പോൾ അവരുടെ കയ്യിൽ വാളുണ്ട്. അവരുടെ കയ്യിൽ കിട്ടിയ യേശുപ്പച്ചനെ കൊന്നുകളയാം, കുഞ്ഞു പൈതലിനെ കൊന്നുകളയും അല്ലേ. അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ പുറകെ ആളുണ്ട്. അവർ ഓടി വരുന്നപ്പോൾ ഒരു കാട്ടിലെത്തി കേട്ടോ. ഒരു കാട്ടിലെത്തി. ആ കാട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു ഗുഹ കണ്ടു. അവർ ആ ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കാനായിട്ട് പദ്ധതിയിട്ടു. അങ്ങനെ അവർ ഗുഹയ്ക്കകത്തേക്ക് ഒളിച്ചിരിക്കാനായിട്ട് പോയപ്പോൾ ഗുഹയുടെ വാതിലിൽ ഒരു വല, അകത്ത് കയറാൻ പറ്റാത്ത വിധത്തിൽ. എന്നാൽ യേശുപ്പച്ചൻ്റെ പപ്പ എന്ത് ചെയ്യുന്നറിയാമോ, ആ വലയൊക്കെ പൊട്ടിച്ചിട്ട് അകത്ത് കയറി അവിടെ ഒളിച്ചിരുന്നു. അപ്പോൾ ആ ഒളിച്ചിരുന്നപ്പോഴത്തേക്കും ആ വല നെയ്തത് ആരായിരിക്കും? ചിലന്തിയാണ്. നമുക്കറിയാം അല്ലേ, ചിലന്തിയാണ് വല നെയ്ത് വയ്ക്കുന്നത്. ഈ ചിലന്തിക്ക് വലിയ ദേഷ്യമായി. എൻ്റെ വല പൊട്ടിച്ചതാരാ? ഈ വല പൊട്ടിച്ച ആളെ എനിക്ക് ഇപ്പോൾ കടിക്കണം. അവന് ചിലന്തി കടിച്ചാൽ എന്ത് സംഭവിക്കും? വിഷം ഉണ്ടാവും അല്ലേ. അവന് വിഷം കൊടുത്ത് അവനെ പിന്നെ രോഗിയാക്കി മാറ്റണം എന്ന് പറഞ്ഞ് ചിലന്തി എന്ത് ചെയ്യുന്നറിയാമോ, ഈ യേശുപ്പച്ചനെയും പിന്നെ കുഞ്ഞു പൈതലായ യേശുപ്പച്ചനെയും പപ്പയും അമ്മയെ കടിക്കാനായിട്ട് ചെന്നു. അപ്പോൾ കടിക്കാനായിട്ട് പോയിട്ട് ചിലന്തി നോക്കിയപ്പോൾ യേശുപ്പച്ചൻ്റെ മുഖം കണ്ടപ്പോൾ ആഹാ, നല്ല സുന്ദരനായ ഒരു കുഞ്ഞു വാവ. ആ പപ്പയമ്മയുടെ മുഖം നോക്കിയപ്പോൾ അവരെന്തോ ഭയന്നാണ് ഇരിക്കുന്നത്. അവരുടെ മുഖത്ത് നല്ല ഭയം. അപ്പോൾ ഈ ചിലന്തി പുറത്തേക്ക് ഇറങ്ങി നോക്കി. അപ്പോഴതാ പടയാളികൾ വാളും കൊണ്ടുവരുന്നു. അപ്പം ചിലന്തിക്കൊരു കാര്യം മനസ്സിലായി. ഈ പടയാളികളിൽ നിന്നും രക്ഷപ്പെടാനായിട്ടാണ് ഇവർ ഈ ഗുഹയ്ക്കകത്ത് കയറിയത്. അപ്പോൾ ഈ കുഞ്ഞ് പിന്നെ പൈതലിനെയും പപ്പയും അമ്മയൊക്കെ രക്ഷിക്കണമെന്ന് ആർക്ക് തോന്നിയെന്നറിയാമോ? ചിലന്തിക്ക് തോന്നി. ചിലന്തി എന്തെന്നറിയാമോ? ഈ വന്ന സമയത്ത് വാതിൽക്കലുണ്ടായിരുന്നത് പോലുള്ള ഒരു വലിയ വല നെയ്ത് വെച്ചു. അപ്പോൾ പടയാളികൾ വന്നിട്ട് ഈ ഗുഹ കണ്ടപ്പോൾ ഇതിനകത്ത് കാണും. അപ്പോൾ അവരെ പിടിച്ചെന്ത് ചെയ്യാം? കൊന്നുകളയാന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഒരു പടയാളി പറഞ്ഞു, എടാ അതിൻ്റെ കയറി വെറുതെ സമയം കളയണ്ട, അതിൻ്റെ അകത്ത് ആരും ഉണ്ടാവില്ല. നിനക്കെങ്ങനെ അറിയാം അതിൻ്റെ അകത്ത് ആരും ഉണ്ടാവില്ലെന്ന്? എടാ നോക്ക്, ആ വല പിന്നെ ആ വാതിൽക്കൽ മുഴുവനും വലയാണ്. അപ്പോൾ ആ വല പൊട്ടിക്കാതെ ആരെങ്കിലും അകത്ത് കയറാൻ പറ്റുമോ? അപ്പോൾ ഇവരകത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ വല പൊട്ടിയിരുന്നിരിക്കണം. ഇതാ നന്നായിട്ട് നെയ്ത് വെച്ചിരിക്കുന്ന വല. അപ്പോൾ അതിനകത്ത് ആരും പോയിട്ടില്ല എന്നർത്ഥം. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് കയറി സമയം കളയേണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവർ എല്ലാവരും വീണ്ടും അന്വേഷിച്ച് ഓടിപ്പോയി. ആ ഗുഹയുടെ അടുത്ത് നിന്നും പോയി. അപ്പോൾ ശരിക്കും ആരാ രക്ഷിച്ചത്? ചിലന്തിയാണ് രക്ഷിച്ചത് അല്ലേ. ചിലന്തി വീണ്ടും വല നെയ്തത് കൊണ്ടാണ് അവരകത്തേക്ക് പ്രവേശിക്കാത്തത്. നോക്ക്, ആ യേശുപ്പച്ചൻ്റെ മുഖം ഒന്ന് നോക്കിയപ്പോൾ തന്നെ പിന്നെ വിഷജന്തുവായ ചിലന്തി പോലും എന്ത് ചെയ്തു?
നല്ല സ്നേഹത്തിൻ്റെ ഉടമയായി മാറി എന്നുള്ളതാണ് അല്ലേ. അപ്പം നമ്മൾ യേശപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, എപ്പോഴും നോക്കുമ്പോൾ, പ്രാർത്ഥിക്കാനായിട്ട് എന്നും നോക്കുമ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ മനസ്സിലെ വിഷമങ്ങളും പിന്നെ മറ്റ് തെറ്റായ ചിന്തകളും എല്ലാം നമ്മിൽ നിന്ന് മാഞ്ഞു പോകും അല്ലേ. നമ്മൾ നല്ല കുട്ടികളായി വളരും. അപ്പം നിങ്ങളെന്നും യേശപ്പച്ചനെ നോക്കി പ്രാർത്ഥിക്കണം. നന്നായിട്ട് പഠിക്കാൻ കഴിയും, നല്ല മക്കളായി വിജയിക്കാൻ കഴിയും, നല്ല ഭാവിയിലേക്ക് ഉയരാൻ കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നൊരു ചോദ്യമുണ്ട്. ചോദ്യം എന്നറിയാമോ? പറയുന്നത് അല്ലേ. അപ്പോൾ ഞാൻ പറയാം. പിന്നെ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയാനായിട്ട് കൽപ്പനയിട്ടു. ആരാണ്? ഹെരോദ രാജാവ്. അത് ഏത് പുസ്തകത്തിൽ, എത്രാമത്തെ അധ്യായത്തിൽ, എത്രാമത്തെ വാക്യം കണ്ടുപിടിച്ചയക്കുക. അപ്പോൾ നിങ്ങൾക്ക് സമ്മാനമുണ്ട്. അതുവരെ നമുക്ക് പിന്നെയും കാണാം. ഓക്കെ, ബൈ ബൈ.